ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അടുത്തുള്ളൊരു മേള കാണാൻ പോയായിരുന്നു. അടുത്തൊരു മേള ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാൻ പോയിരുന്നു. ഫുൾ ഓഫ് ഹാൻഡ് മെയ്ഡാണ്. എല്ലാവരും കൈത്തറിയും ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഗ്ലാസ്സുകൾ, പ്ലേറ്റുകൾ, ടെറാക്കോട്ടയുടെ കുറേ ഗ്ലാസ്സുകൾ, പ്ലേറ്റുകൾ എല്ലാം അടിപൊളിയാണ്. പക്ഷേ നല്ല പൈസ, നല്ല റേറ്റാണ്, ഒന്നിനും തൊടാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്, കണ്ടു, തിരിച്ചിറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി വീഡിയോ എടുത്തു. പിന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഫർണിച്ചർ, ആൻറ്റിക്കിൻ്റെ കുറേ ഫർണിച്ചറുകളുണ്ടായിരുന്നു. ഫർണിച്ചറുകളുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൈത്തറിയാണ് കേട്ടോ, അവർ ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര വിലയാണ്. ഞാൻ ചുമ്മാ എല്ലാത്തിൻ്റെ വില ചോദിച്ചായിരുന്നു. 3000 എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് 3000 കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെ വില ആകാംക്ഷയോടെ ചോദിച്ചു. ഒന്നിലും വില ചോദിക്കാൻ ഞാൻ മടിച്ചില്ല, മറന്നില്ല. എല്ലാത്തിൻ്റെ വില ചോദിച്ചു. അവർ വിചാരിച്ച എൻ്റെ ചോദ്യം കേട്ടാൽ ഇപ്പം ഞാൻ എടുത്ത് വാങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല, കൊതിപ്പിച്ച് കിടന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, പിന്നെ ടോപ്പുകൾ, പല പല ടൈപ്പ് ഓഫ് ടോപ്പ്, സ്കേർട്ട്, സാരി. എൻ്റെ അമ്മയെ സാരിയാണ് ഭയങ്കര വില. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാരിക്ക്. ഭയങ്കര വില. എന്തെല്ലാം കളറുകൾ, എന്തെല്ലാം പാറ്റേണുകൾ, കലംകാരി, എല്ലാ മോഡലുകളും ഉണ്ട്. ഞാൻ വില ചോദിക്കുന്നതാണ്, അതിൻ്റെ വില എത്ര. അപ്പോൾ കുറച്ച് വില എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചാലും അത്രയും കുറവാവില്ല, എന്നാലും വേണ്ടാന്ന് പറഞ്ഞു. ഇത് ജീൻസിൻ്റെ ടൈപ്പാണ്, ജീൻസ് നല്ല കട്ടിയുള്ളത്. 300 രൂപയൊക്കെയാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ എടുക്കാൻ, ഞാൻ എടുത്തില്ല. പിന്നെ അടിപൊളി നല്ല സാരിയുടെ ഇടയ്ക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഓക്സിഡൈസ്ഡ് മാലകൾ, നെക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കളിപ്പാട്ടം കണ്ടപ്പോൾ അവരവിടെ സ്റ്റക്കായി നിന്നു. പിന്നെ ബബിൾസ് വാങ്ങിക്കൊടുത്തു, ചെറുതും വലുതും വാങ്ങിക്കൊടുത്തു. ചെറുതും മാധവനും, വലുത് വാസുവിനും. അങ്ങനെ അപ്പോൾ ഒരു റബ്ബർ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അതിനെടുത്ത് വസുവിൻ്റെ ദേഹത്തിട്ട് കൊടുത്തുള്ളത് പേടിച്ച്. അതാണ്ട് പേടിച്ചോട് മാധുവിനെ ആ പരിസരത്ത് കണ്ടില്ല, മാധു എവിടെയോ ഓടിപ്പോയി. പിന്നെ ഇതൊക്കെ പാദസരം ടൈപ്പാണ്, ആംഗ്ലറ്റ് ടൈപ്പാണ്. നെക്ക് പീസസ്, ചോക്കർ എല്ലാം. പിന്നെ ഇത് പട്ടുപാവാട. അപ്പം ഞാൻ അവരൊരു വില വെച്ചപ്പോൾ 600 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്നാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ 300 രൂപയ്ക്കുള്ളൂ, ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഇതെടുത്തത്, ഞാൻ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട. പിന്നെ ചെരുപ്പുകളൊക്കെ ഭയങ്കര വില. എല്ലാം ഈ മറ്റേ ഗുജറാത്തി, രാജസ്ഥാനി അങ്ങനത്തെ ഒരു ടൈപ്പാണേ. പിന്നെ അച്ചാർ ടേസ്റ്റ് ചെയ്യണതിൻ്റെ ഒരു സ്റ്റിൽ അത്. പിന്നെ അത്തർ വാങ്ങിയായിരുന്നു. അത് 100 രൂപയുടെ ഒരു കുഞ്ഞു ബോട്ടിൽ. പല 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 ഫ്രാഗ്രൻസ് ഉണ്ട്, ഭയങ്കര ഷെയ്ഡുകൾ, പല മണം, പല ടൈപ്പ് ഓഫ് മണം. പാരീസ്, ഹെവൻ, പിന്നെ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്, നൈറ്റ് ഓഫ് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷെയ്ഡുകൾ, പേരുകളുണ്ട്. ഒരു ആകാംക്ഷ എന്ന് തേച്ച് മണത്ത് നോക്കി, അതിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. നല്ല മണമായിരുന്നു. പിള്ളേരെല്ലൊക്കെ തേച്ച് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അതൊരെണ്ണം സെറ്റ് ചെയ്ത് എടുത്തു. ഇത് കൊള്ളാം എന്നാണ്, അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഇത് കൊള്ളാമെന്നാണ് ചേട്ടൻ പറയണം. അങ്ങനെ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് തന്നു, ഞാനത് ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഈ വക അച്ചാറുകളൊന്നും ഇഷ്ടമില്ല, എനിക്ക് നാട്ടിലെ തന്നെയാണ് ഇഷ്ടം. ഇത് എന്തോ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാവാം, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിക്കാതെ ഒന്നും ഇരുന്നില്ല. ചേട്ടൻ അത് ഇഷ്ടപ്പെട്ട് ചേട്ടനത് 150 ഗ്രാം അങ്ങോട്ടോ വാങ്ങിച്ച്. ഇതിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഈ 4എണ്ണത്തിൽ നിന്ന് 2 എടുത്തായിരുന്നു ചേട്ടൻ. എന്നിട്ട് കഴിച്ചിട്ട് പറയുകയും ചെയ്ത്, വീട്ടിൽ വന്ന് ഭയങ്കര എരി, അടിവയറ് കത്തിപ്പോണ എരിയാണെന്ന് പറയുകയും ചെയ്ത്. മാങ്ങയാണേ. പിന്നെ ഇതെന്ത് ടൈപ്പ് അച്ചാറാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. അങ്ങനെ അവർ തന്നെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാൻ നെല്ലിക്കയാണെന്നാണ് വിചാരിച്ചത്, ഒലീവൊക്കെ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, കഴിക്കുമ്പോൾ കറുമുറാന്ന് എന്തോ നമുക്ക് ആ ടേസ്റ്റ് പിടിക്കില്ല. അതിൻ്റെ ഒരു അച്ചാർ അവർ പറയണത് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അച്ചാറെന്നാണ് പറയണം. എത്ര നാളോടെ കേടുവിടാതിരിക്കും. അങ്ങനെ ഞാനതെടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ, എന്നുള്ള രീതിയിൽ കാണിക്കാൻ പാടില്ല. പിന്നെ ഞാൻ സഹിച്ച് അങ്ങനെ നിൽക്കുന്നത് വേണ്ട എന്നാണ് ഞാൻ പറയണത്. ഇഷ്ടമായില്ല, എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്ത ഈ മിഠായി ക്യാൻഡീസാണ്, ടൂട്ടി ഫ്രൂട്ടി പോലത്തെ എന്തോ ഒരു സംഭവം. അങ്ങനെ അത് വാങ്ങിച്ചു. അത് ഭയങ്കര വില. അത് മിക്സ് ചെയ്ത് 100 രൂപയ്ക്ക് 110 രൂപയ്ക്ക് വാങ്ങിച്ചു, പല ഷേപ്പിലുള്ളത്.